स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तां सजीवं साद्वैतं सावधूतं वृजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपीश गोपिका कान्ता राधा कान्ता नमोस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः हरे कृष्ण 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 हरे 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 राम 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 हरे हरे അപ്പോ നിങ്ങൾ എല്ലാവരും ഈ ഒരു ശ്ലോകം കൂടി നിങ്ങൾ പറയണം. ഓം സഹനാവവതു. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓം സഹനാവവതു. ഓക്കെ, യു ഷുഡ് റിപ്പീറ്റ്. സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ तेजस्विनावधीतमस्तु मां विद्विषावहै. ओम शांति शांति शांति. हरे कृष्ण. ഓക്കെ, എനിക്ക് നിങ്ങളെല്ലാവരുടെയും പേരും അതേപോലെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുകൂടി എനിക്കറിയണം. എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ആര് സ്റ്റാർട്ട് ചെയ്യും? മതജി, അവർക്ക് മ്യൂട്ട് ചെയ്യാനുള്ള അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ആരാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? എ വെച്ച് തുടങ്ങുന്ന ആരുമില്ല. ഓക്കെ, ദാമോദർ. അനന്തദാസ്. അനന്തദാസ് എവിടെ? അനന്തദാസ് അനന്തു. ഓക്കെ, 16. നകുൽ ദേവ് ദത്ത് ആർ +2, ഏജ് 16. ഓക്കെ, വെരി ഗുഡ്. രസിക. ഹരേ കൃഷ്ണ. ഏത് പേരും എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം? നയൻത്. ഓക്കെ, താങ്ക് യു രസിക. അടുത്ത ആരാണ്? സുഭാംഗി. ഹരേ കൃഷ്ണ പ്രഭു. ശുഭാംഗി ലക്ഷ്മി. ഞാൻ 9th-ലാണ് പഠിക്കുന്നത്. 9th. നെക്സ്റ്റ് ഗോവർദ്ധൻ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഹരേ 6th കൃഷ്ണ. സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്ന. 12-year-old. 12-year-old. ഓക്കെ, ഹരേ കൃഷ്ണ. ഗോവർദ്ധൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വേദ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വേദ കൃഷ്ണ in grade 7. ഗ്രേഡ് 7. ഓക്കെ, ഹരേ കൃഷ്ണ. ആരാണ് ഈ ഐഫോൺകാര്? ഐഫോൺ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഐഫോൺ ഉണ്ടോ? Then who is next? Sita Lakshmi, S, 8th grade, age 13. Okay. Then Nakul Dev Dutt, +2, age 16. Sri Lakshmi Varada. ശ്രീലക്ഷ്മി വരദയുടെ കേട്ടില്ലല്ലോ ഒന്നും. ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്രീലക്ഷ്മി സംസാരിക്കുന്നുണ്ടോ? കേൾക്കാൻ വയ്യ. ദാമോദർ.
ഹരേ കൃഷ്ണ പ്രഭു. He's ദാമോദർ ട്രാവലിംഗിലാണ്. ആണോ? ഓക്കെ, ഫൈൻ. ട്രാവലിംഗ് ആണെങ്കിൽ ഫൈൻ. Then ദാമോദറിന്റെ ഡീറ്റെയിൽ, ദാമോദർ കൃഷ്ണ, ഹീസ് ഇൻ കോളേജ് അല്ലെ, ഏജ് 19. ഓക്കെ. ദെൻ ആരാണ് അനന്തദാസ് അനന്തു? പ്രഭു എന്റെ പേരാണ് അനന്ത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ. കറന്റ് വർക്കിംഗ്. വർക്ക് ചെയ്യുന്നു? എവിടെ വർക്ക് ചെയ്യുന്നു? ഞാനൊരു പ്രൈവറ്റ് കമ്പനി. ഓക്കെ. ഏതായിരുന്നു ഡിഗ്രി അനന്തുവിന്റെ? ഞാൻ ബികോം. ബികോം ആയിരുന്നു. ഓക്കെ, താങ്ക് യു അനന്തു. ഹരേ കൃഷ്ണ. ബാക്കി എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാതാജിമാരായിരിക്കും അല്ലെ? ജാനു കന്യക ദേവിദാസി ആൻഡ് ഹു ഈസ് നെക്സ്റ്റ്? ചൈതന്യദാസ്. ഹരേ കൃഷ്ണ. അപ്പോ എല്ലാവർക്കും നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭഗവാൻ ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണോ? നിങ്ങള് ആദ്യമായിട്ട് സ്പേസിൽ പോയ വ്യക്തിയുടെ പേര് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ മെസ്സേജിൽ ടൈപ്പ് ചെയ്താലും മതി. ആദ്യമായിട്ട് സ്പേസിൽ പോയ വ്യക്തി ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? യൂറി ഗഗാറിൻ. റൈറ്റ് ആൻസർ. ആരാണത് പറഞ്ഞത്? രസികാനന്ദ. ഓക്കെ. സോ യൂറി ഗഗാറിൻ സ്പേസിലേക്ക് പോയ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പത്രക്കാരെല്ലാരും വന്ന് ചോദിച്ചു, നിങ്ങള് സ്പേസിൽ ചെന്നപ്പോ നിങ്ങള് ഡിഡ് യു സീ ഗോഡ്? നിങ്ങൾ ദൈവത്തിനെ അവിടെ കണ്ടോ? യൂറി ഗഗാറിൻ വളരെ ഒത്തന്റിക് ആയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് ദൈവത്തിനെ ഒന്നും കണ്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഡേ പത്രങ്ങളെല്ലാം USSRലും സോവിയറ്റ് യൂണിയനിലൊക്കെ ആൾക്കാർ അവരുടെ പത്രത്തിൽ വന്നു, യൂറി ഗഗാറിൻ ചെന്നിട്ട് അവിടെ ദൈവത്തിനെ കണ്ടില്ല. കാര്യം അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇൻ കേസ് ദൈവം ഭൂമിയിൽ ഇല്ലെങ്കിൽ അവരെവിടെ ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് സ്പേസിലെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രനിലുണ്ടാവും. ഇപ്പൊ ഭൂമിയിൽ ഇല്ലെങ്കിൽ ചന്ദ്രനിലുണ്ടാവും. അപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ദൈവം ശരിക്കും ഉണ്ടോ? ശരിക്കും ഭഗവാൻ ഉണ്ടോ? ആർക്കെങ്കിലും അതിന്റെ ഉത്തരം പറയാമോ? ശരിക്കും ഭഗവാൻ ഉണ്ടോ? കാരണം സ്പേസിൽ പോയിട്ട് കണ്ടില്ല, ചന്ദ്രനിൽ പോയിട്ട് കണ്ടില്ല, നമ്മള് ചെറിയൊരു പേടകം നമ്മള് മാർസിലേക്ക് അയച്ചു, അവിടെ ചെന്ന് അവിടെ നോക്കിയിട്ട് അവിടെയും കാണുന്നില്ല. നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുന്നേ വോയേജർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് നമ്മൾ അയച്ചു. ആ വോയേജർ ഇപ്പൊ നമ്മളുടെ സോളാർ സിസ്റ്റത്തിന്റെ നമ്മുടെ കറണ്ട് പ്ലൂട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇന്റർസ്റ്റെല്ലാർ സ്പേസ് ആ സ്ഥലത്ത് വരെ എത്തി. അവിടുന്ന് നമുക്ക് ഇപ്പോഴും അവര് ഇൻഫർമേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു 24 hours കൂടുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ എങ്ങും നമുക്ക് യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു എന്താ പറയണ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഡസ് ഗോഡ് എക്സിസ്റ്റ്? എന്ത് തോന്നുന്നു? ഇത്രയൊക്കെ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടും നമ്മൾ ഭഗവാന്റെ എക്സിസ്റ്റൻസിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്കും ഉണ്ടോ ഭഗവാൻ? ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനൊന്ന് എന്റെ ടെലിസ്കോപ്പിലൂടെ നോക്കണ്ടേ, അപ്പൊ എനിക്ക് കാണാൻ പറ്റണ്ടേ. ഇന്ന് നമുക്ക് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക്
നമ്മൾ ടെലിസ്കോപ്പ് ഭൂമിയിൽ മാത്രമല്ല നമ്മൾ വെച്ചിട്ടുള്ളത്, നമ്മൾ സ്പേസിലും കൊണ്ട് ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വളരെ ദൂരത്തിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് അവിടെ നിന്ന് നോക്കാം. അപ്പൊ ഭൂമിയിലല്ല ഇപ്പൊ നമ്മുടെ വലിയ വലിയ ടെലിസ്കോപ്സ് ഉള്ളത്. അത് സ്പേസിലാ കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്തിനാ? മുഴുവനും ഈ പ്രപഞ്ചം നമ്മൾ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും നമുക്ക് ഭഗവാനെ, ഗോഡിന്റെ എക്സിസ്റ്റൻസ് കാണാൻ പറ്റുന്നില്ല. സോ ശരിക്കും ഭഗവാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കാണേണ്ട വ്യക്തിയല്ലേ? കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താ പറയണത്? ഞാൻ എങ്ങനെയാ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തില്? ഈ പ്രപഞ്ചം മുഴുവനും ഞാനുണ്ട്. ആർക്കെങ്കിലും ആ ശ്ലോകം അറിയാമോ? ഒരു നെക്ലസിൽ എങ്ങനെയാണ് മുത്തുകൾ ഉള്ളത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഞാനുണ്ട്. ആരെങ്കിലും ശ്ലോകം അറിയാവോ? നിങ്ങള് നല്ല ഒരു മാല കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കുറെ മുത്തുകളുള്ള മാല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ആരെങ്കിലും കാണാതിരിപ്പുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? ഈ മാലയിൽ നോക്കിക്കഴിഞ്ഞാല് ഈ മുത്തുകൾ വളരെ അടുത്ത് വിരിക്കുമ്പോ ഈ മുത്തുകളുടെ നോക്കിക്കഴിഞ്ഞാല് മുത്തിന്റെ അകത്തുകൂടി പോകുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഒരു നാര്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റുമോ? നല്ല തിക്കായിട്ടുള്ള ഒരു മാലയാണെങ്കിൽ അതിന്റെ ത്രെഡിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റും. നകുല് പറയുന്നു നോ. ആരാണ് നകുല് തന്നെ പറ്റുമെന്നും പറഞ്ഞു. തിക്കായിട്ടുള്ള ഒരു മാല. തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വെരി തിക്ക്, ഓരോ മണിയും അല്ലെങ്കിൽ ഓരോ പേൾസും ഉണ്ടല്ലോ, ഓരോ മുത്തും അതിങ്ങനെ അടുക്കി 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 ഇരിക്കുകയാണ്. അപ്പൊ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മുത്തുമാലയാണെങ്കിൽ നമ്മൾ അതിന്റെ ആ അകത്തൂടി പോകുന്ന ത്രെഡ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആ മുത്തുമാലയുടെ ത്രെഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ മുത്തുകളെല്ലാം സെപ്പറേറ്റഡ് ആയി പോകും. അപ്പൊ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ മുത്തുമാലയുടെ ആ നല്ലൊരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കുന്നത്? ഇരിക്കുന്നത് അതിന്റെ ത്രെഡ് കൊണ്ടാണ്. സൂത്രേ മണിഗണ ഇവ. നമുക്കും ഈ പ്രപഞ്ചത്തിനെ നോക്കുമ്പോൾ നമുക്കും ഭഗവാന്റെ എക്സിസ്റ്റൻസ് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മണികൾ മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ പിന്നിലുള്ള ആ ത്രെഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഭഗവാനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന യുഗത്തിന്റെ പേരാണ് കലിയുഗം അല്ലെ? എന്തുകൊണ്ടാണ് കലിയുഗം മോശപ്പെട്ട യുഗമാണെന്ന് പറയണത് എന്താണെന്നറിയാമോ? ഈ യുഗത്തില്, നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തില് ആൾക്കാര് ഭഗവാനെ ആവശ്യമില്ലാത്ത രീതിയിലായിരിക്കുന്നത്. ഇപ്പൊ എന്തിനാ ഭഗവാന്റെ ആവശ്യമുണ്ടോ നമുക്ക്? എവിടെയെങ്കിലും നിങ്ങൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ടോ കൃഷ്ണ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിലോ അല്ലെങ്കിൽ സ്കൂളിലോ ട്യൂഷനോ എവിടെയെങ്കിലും പോകുമ്പോൾ പഠിച്ചിട്ടുണ്ടോ കൃഷ്ണ ഈസ് എ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാം ആത്മാക്കളാണെന്ന് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിപ്പിക്കുമോ? പഠിപ്പിക്കത്തില്ല. അപ്പോ
ഈ കലിയുഗം എന്ന് പറയുന്ന ഈ യുഗം ഉണ്ടല്ലോ, നമ്മള് വളരെയധികം അധപ്പതിച്ച യുഗമാണെന്ന് പറയാനുള്ള റീസൺ, നമുക്ക് ജീവിതത്തിൽ നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്. ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്ന് നമുക്ക് ആരും പഠിപ്പിച്ചു തരത്തില്ല. നമ്മുടെ എക്സിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ആരും പഠിപ്പിച്ചു തരത്തില്ല. നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ശരീരം മാത്രമാണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ആലോചനയ്ക്ക് അപ്പുറം നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോ ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ പരമമായിട്ടുള്ള അൾട്ടിമേറ്റ് ട്രൂത്ത് അറിയണമെങ്കിൽ, സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൂടെ നമ്മൾ അറിയണം. അപ്പോ ഭഗവാൻ അതുകൊണ്ട് അർജുനനോട് പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അർജുനന് വളരെയധികം വിഷമം ബാറ്റിൽ ഫീൽഡിൽ വന്നപ്പോ, കുരുക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോ ആദ്യം അർജുനനോട് പറയണ എന്താ? അർജുന, നീ ഈ ശരീരമല്ല, നീ ആത്മാവാണെന്നവർ. നമ്മള് ഇഷ്ടംപോലെ മൃഗങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മൃഗങ്ങൾ ആരും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നില്ല. പക്ഷേ മൃഗങ്ങളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ചില വ്യക്തികള് മൃഗങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ സൈൻ ലാംഗ്വേജ് ഇല്ലേ, നമ്മുടെ ആംഗ്യങ്ങളെ കാണിച്ച് നീ വെള്ളം കുടിച്ചോ എന്നൊക്കെ കാണിക്കത്തില്ലേ. അതേപോലെ നമുക്ക് മൃഗങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരെ പഠിപ്പിക്കണം. പക്ഷെ ഏറ്റവും നന്നായിട്ട് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൃഗമാണ് ചിമ്പാൻസി. അപ്പൊ ചിമ്പാൻസികൾക്ക് നമ്മളുമായിട്ട് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ചിമ്പാൻസിയുടെ നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ചിമ്പാൻസികൾ അതിന്റെ ഉത്തരം അവര് സംസാരിക്കില്ല, അവരെ ആംഗ്യത്തിലൂടെ കാണിക്കും. മൃഗങ്ങൾ കാണിക്കാൻ പറ്റും. ചില പൂച്ചകളെയൊക്കെ ആൾക്കാർ ട്രെയിൻ ചെയ്യും, ചില നായകളെയൊക്കെ അവർ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 അതിന്റെ സീക്വൻസിൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ നായ്ക്കൾക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് അറിയാം 1 2 3 4 അവർ കറക്റ്റ് സീക്വൻസിൽ കാണിക്കും. ചില മൃഗങ്ങളോട് നമ്മൾ പറയണം 1 + 1 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിന്റെ ആൻസർ അവര് ആംഗ്യത്തിലൂടെ കാണിക്കും. അപ്പൊ എല്ലാ മൃഗങ്ങളുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാതെയുള്ളൂ. എന്താണ്? ഈ മൃഗങ്ങൾ ഒരിക്കലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഒരു മൃഗവും വന്നിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. അതെന്താ അങ്ങനെ? മനുഷ്യർക്ക് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുള്ളൂ. നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ടോ, ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാ സ്ഥിതി ചെയ്യുന്ന അവിടെ? ഈ സൂര്യൻ എങ്ങനെയാ ചലിക്കുന്നത്? ഈ ഭൂമി എങ്ങനെയാ കറങ്ങുന്നത്? നിങ്ങൾക്ക് തോന്നും അല്ലേ? അല്ലെങ്കിൽ ആ ആകാശത്തിന്റെ നീല നിറം എന്താണ്? ഇതെല്ലാം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. പക്ഷേ മൃഗങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാനുള്ള കഴിവില്ല. മൃഗങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള കഴിവില്ല. അപ്പൊ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ട്. ഒരു നായയും വന്നിട്ട് നമ്മളോട് പറയത്തില്ല ഞാൻ ആരാണ് എന്ന് നമ്മളോട് ചോദിക്കത്തില്ല. മനുഷ്യന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ, ശരിക്കും ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിക്കാനായിട്ട് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ പറയും ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ വിശ്വസിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ വിശ്വസിക്കണം എന്നറിയാമോ? കാര്യം അവര് നമുക്ക് സത്യം മനസ്സിലാക്കി തരുന്നുണ്ട്.
പക്ഷെ ചില ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവത്തിന്റെയോ ഒരു ഭഗവാന്റെ ആവശ്യമില്ല എന്ന് പറയും. കാരണം ഞങ്ങൾക്ക് പ്രപഞ്ചത്തിനെ പറ്റി എല്ലാം മനസ്സിലായി. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാം. പ്രപഞ്ചം സൃഷ്ടിച്ചു കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നറിയാം. 10 സെക്കൻഡ് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്നറിയാം. അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയാ പ്രപഞ്ചം ഉണ്ടായത്? പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്ന് പറയും. അതിന്റെ അർത്ഥം ഞാനും നിങ്ങളും എല്ലാവരും ഒന്നുമില്ലാത്തതിൽ നിന്നാണ് ഉണ്ടായത്. നിങ്ങൾക്കൊരു സാമ്പാർ വെക്കണം, പക്ഷേ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സാമ്പാർ വെക്കാൻ പറ്റും. സാമ്പാറിൽ കഷ്ണങ്ങൾ വേണ്ടേ? അപ്പൊ ഇത് എവിടുന്ന് വന്നു? ആ ചോദ്യം നമ്മൾ ചോദിക്കരുത്. അപ്പോ ഇവർക്ക്, ഈ ശാസ്ത്രജ്ഞന്മാർക്കും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമുക്ക് പകർന്നു നൽകാൻ പറ്റില്ല. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം പകർന്നു തരണമെങ്കിൽ നമുക്ക് ആരുടെ അടുത്ത് പോകണം? നമുക്ക് ഗുരുക്കന്മാരുടെ അടുത്ത് പോകണം. ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവർ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം നമുക്ക് പറഞ്ഞു തരുന്നത്. ആരാണ് ഗുരു? ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ ഗുരുക്കളുണ്ട്. പക്ഷേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സത്യം പറഞ്ഞു തരുന്ന വ്യക്തി, ആ വ്യക്തി ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അദ്ദേഹം ആധ്യാത്മിക ഗുരുവാണ്. ശീല പ്രഭുപാദിനെ പോലെ. ശീല പ്രഭുപാദര് ഇപ്പോ നമ്മൾ കണ്ടിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത് പോയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവാണ്. ശീല പ്രഭുപാദർക്ക് ഏറ്റവും പ്രായമുണ്ടായിരുന്ന അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിന്റെ ഒരു 69 ഇയേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത വ്യക്തികളെല്ലാവരും അവരെല്ലാം യങ്സ്റ്റേഴ്സ് ആയിരുന്നു. ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ ഏജ് നോക്കുകയാണെങ്കിൽ 20-21 ഇച്ചിരി ഏജ്ഡ് ആണോ. ബാക്കിയുള്ളവരെല്ലാവരും പ്രായം കുറഞ്ഞ ആൾക്കാരായിരുന്നു. പ്രഭുപാദര് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നപ്പോ സമയത്ത് ആർക്കും 30 വയസ്സ് ഇല്ലായിരുന്നു. എല്ലാവരും വളരെ ചെറിയ യങ്സ്റ്റേഴ്സ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പ്രഭുപാദയുടെ ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ കുറെ ശിഷ്യന്മാരെ കാണാം. കാര്യം അവരെല്ലാം നല്ല ചെറുപ്പമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ചെറുപ്പത്തിൽ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ശീല പ്രഭുപാദര് അവരെ കൊണ്ട് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കുകയും ഈ പ്രസ്ഥാനം വളർത്തുകയും ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? കാര്യം അവർക്ക് നോക്കിക്കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തി ശരിക്കും യഥാർത്ഥത്തിൽ സാധാരണ വ്യക്തിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. കൃഷ്ണൻ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശീല പ്രഭുപാദര് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി യെസ്, കൃഷ്ണ എക്സിസ്റ്റ്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണ ഇസ് എ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ശരിയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? ശീല പ്രഭുപാദര് കൃഷ്ണനെ കണ്ടതുകൊണ്ട് അദ്ദേഹം എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും കൃഷ്ണ എക്സിസ്റ്റ്. അപ്പൊ ശീല പ്രഭുപാദര് എല്ലാ വ്യക്തികളുടെ അടുത്തും പറയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതേപോലെ നിങ്ങൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ലോകത്ത് എല്ലായിടത്തും പ്രചരിപ്പിക്കണം. അപ്പൊ ചില വ്യക്തികൾ അവർ വിചാരിച്ചു ഓക്കെ പ്രഭുപാദ പറഞ്ഞല്ലേ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാം. അപ്പൊ ഈ ശ്യാം സുന്ദർ പ്രഭു എന്നൊക്കെ പറഞ്ഞ പ്രഭു, മാലതി മാതാജി, അങ്ങനെ കുറച്ച് ഭക്തന്മാർ അവര് ലണ്ടനിലേക്ക് പോയി. അപ്പൊ അവർക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ജോലി ഇല്ലാതിരിക്കുന്ന സമയത്തായിരുന്നു അവര് ലണ്ടനിലേക്ക് പോയത്.
ഇപ്പൊ ലണ്ടനിലേക്ക് പോയ സമയത്ത് ചില സമയത്ത് അവരെന്നിട്ട് അവിടെ പോയി അവര് ചില വ്യക്തികളെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെ നിന്ന് ഡൊണേഷനൊക്കെ വാങ്ങിച്ചിട്ട് അവർ ചെറിയൊരു ക്ഷേത്രവും അവിടെ തട്ടിക്കൂട്ടി. അപ്പൊ ചില സമയത്ത് ഈ ക്ഷേത്രം അവര് വാങ്ങിച്ചതല്ല, അവര് റെന്റിനെടുത്ത. അപ്പൊ റെന്റിനെടുക്കുമ്പോ എന്താണ്, ഓരോ മാസം നമ്മൾ റെന്റ് കൊടുക്കണം. പക്ഷെ ഈ ഭക്തന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടോ? അവരുടെ കയ്യിൽ ധനം എവിടുന്നാ കിട്ടണം? അവര് ഡൊണേഷൻ വാങ്ങിച്ചിട്ടാണ് അവര് ഈ ക്ഷേത്രം നടത്തി കൊണ്ടുപോകുന്നത്. ചില മാസങ്ങളിൽ ഈ ഡൊണേഷൻ കിട്ടുന്ന ഫണ്ട് ഉണ്ടല്ലോ, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ റെന്റ് നമ്മൾ കൊടുക്കണതിന്റെ നെക്സ്റ്റ് ഡേ അവരിങ്ങനെ ആലോചിക്കും, എങ്ങനെയാ ഈ മാസത്തെ റെന്റ് നമുക്ക് ഫുൾഫിൽ കൊടുക്കാൻ പറ്റുക? റെന്റ് കൊടുത്തില്ലെങ്കിൽ ഓണർ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ശ്യാം സുന്ദർ പ്രഭുവൊക്കെ അവര് ഇറങ്ങി നടക്കും, എന്ത് ചെയ്യുമെന്നറിയാതെ. അപ്പൊ ശ്യാം സുന്ദർ പ്രഭു പറയണം, ഇവര് നോക്കി നടക്കുമ്പോ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ പൈസ വരും അത്ര, ആകാശത്ത് നിന്ന് ഇങ്ങനെ പറന്നു വരും. ഇപ്പൊ ഇവര് നോക്കും, ഈ പൈസയൊക്കെ എടുത്ത് എണ്ണി നോക്കുമ്പോ എക്സാക്ട്ലി ഈ റെന്റ് കൊടുക്കാനുള്ള എമൗണ്ട് ആയിരുന്നു. അപ്പോ അതെങ്ങനെയാ സംഭവിക്കുക? എങ്ങനെയാണ് ഈ ആകാശത്ത് നിന്നൊക്കെ പൈസ വരുന്നത്? നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലെ, ആൾക്കാർ കയ്യിൽ നിന്നൊക്കെ പൈസ കൊണ്ടുവരുന്നതായിട്ട്. ആകാശത്ത് നിന്ന് പണം എങ്ങനെ വരുന്നു? അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയണ ഇതാണ്, അത് പ്രഭുപാദർക്ക് അറിയാം, അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടിയത്. ചില പ്രഭുപാദര് ഭഗവാന്റെ ഒരു അടുത്ത ഒരു ഭക്തനായിരുന്നു. വളരെ അടുത്ത ഭക്തനായതുകൊണ്ട് ചില പ്രഭുപാദര് എന്ത് പറഞ്ഞാലും ഈ ഭക്തന്മാര് അവരനുസരിക്കുമായിരുന്നു. അപ്പൊ ചില പ്രഭുപാദരുടെ തന്നെ ഈ നമ്മുടെ ഇഷ്ടംപോലെ പാസ്റ്റ് ടൈംസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും എല്ലാ യങ്സ്റ്റേഴ്സും ശില പ്രഭുപാദരനെ വളരെയധികം അത് ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൃഷ്ണ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈ കൃഷ്ണബോധത്തില് നമുക്ക് ഏറ്റവും ആവശ്യം ഒരു വസ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭഗവാനിലുള്ള ഫെയ്ത്താണ്. പക്ഷെ നമ്മൾ ആരും ഭഗവാനെ കണ്ടിട്ടില്ല. ഭഗവാനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൂടെ ഭഗവാനെ മനസ്സിലാക്കാം. ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്ക് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു ഇന്റലിജൻസ് വെച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വേദകൃഷ്ണ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഞാൻ പറയണത് ഇതാണ് വേദകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ ഇതാണോ വേദകൃഷ്ണ? ഇതേപോലെ ഭഗവാനെ അറിയാവുന്ന വ്യക്തികളാണ് നമ്മുടെ ഗുരുക്കന്മാർ. അതുകൊണ്ട് ഈ ഗുരുക്കന്മാർക്ക് ഭഗവാനുമായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് അവര് നമുക്ക് ഭഗവാനെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതാണോ ഭഗവാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രത്യക്ഷമായിട്ട് കാണുന്നത് എല്ലാത്തിന്റെയും സോഴ്സ് അത് ഭഗവാനാണെന്ന് പറയണം. നമുക്ക് ചുറ്റും കാണുന്നത് എല്ലാത്തിന്റെയും ഒറിജിനൽ സോഴ്സ് ഭഗവാനാണ്. ഈ ക്രിയേഷൻ എങ്ങനെ നടത്തി? ഭഗവാൻ. ഈ മെയിൻ്റെനൻസ് എങ്ങനെ നടത്തുന്നു? അതും ഭഗവാൻ നടത്തുന്നു. ഡിസ്ട്രക്ഷൻ എങ്ങനെ നടത്തുന്നു? അതും ഭഗവാൻ നടത്തുന്നു. നിങ്ങൾ ചുറ്റിനും നോക്കി, എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ലേ? ഏതെങ്കിലും ദിവസം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാതിരിക്കുന്നുണ്ടോ? സൂര്യന് ലീവ് ഒന്നും കിട്ടുന്നില്ല. എന്നാലും ചോദിക്കേ, എപ്പോഴെങ്കിലും സൂര്യന് ലീവ് എടുക്കാൻ പറ്റുമോ?
സൂര്യൻ പറയണം എല്ലാ ദിവസവും ഞാൻ വന്ന് ഇങ്ങനെ ഉദിക്കി അസ്തമിക്കുകയും ചെയ്യുന്നു, എനിക്ക് ബോറടിച്ചു, ഞാൻ ഒരു ദിവസം ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് സൂര്യൻ ലീവ് എടുക്കാൻ പറ്റുമോ? പറ്റും? പറ്റില്ല അല്ലേ? എന്തുകൊണ്ടാണ്? സൂര്യനും ചന്ദ്രനും എല്ലാം ചലിക്കുന്ന എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ഇംഗിതം അനുസരിച്ചാണ്. ഭഗവാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും, ഏത് രീതിയിൽ ചലിക്കണം, എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരിട്ട് കാണുന്ന സൂര്യൻ അല്ലാതെ ഈ സൂര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റുന്ന ഈ മുനിവര്യന്മാരും ഉണ്ട്, നേരിട്ട് കാണാൻ പറ്റുന്ന മുനിവര്യന്മാരും ഉണ്ട്. നമുക്ക് ഈ ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ ചില തരത്തിലുള്ള സാധനകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റുന്നു. ചില പർട്ടിക്കുലർ രീതിയിലുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു. നിങ്ങൾ കൃഷ്ണ ബുക്കില് ഈ ഒരു കഥ വായിച്ചിട്ടുണ്ടാവും. ഒരു കൃഷ്ണന്റെ തന്നെ ഒരു റിലേറ്റീവ്, അദ്ദേഹം സൂര്യദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ സൂര്യദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സൂര്യദേവൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് കൊടുത്തു. അല്ലെ, കേട്ടിട്ടുണ്ടോ ആ കഥ? ആരാണ് സൂര്യദേവനെ ഉപാസിച്ച ഭക്തൻ? ദ്വാരകയിൽ വെച്ച് ആർക്കെങ്കിലും അറിയാമോ? അറിയാമോ ആർക്കെങ്കിലും? അറിയില്ല? ഓക്കെ. സത്രാജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? സത്രാജിത്തിന്റെ എന്താണ്, സത്രാജിത്തിന്റെ മോളുടെ പേരെന്താണ്? കുട്ടിയുടെ സത്യഭാമ. ഭാമയുടെ പിതാവ് സത്രാജിത്ത്. അപ്പോ നമുക്കും വേണമെന്ന് വെച്ചാൽ നമുക്കും മറ്റുള്ള ദേവീദേവന്മാരെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ കാണാൻ പറ്റും. വേണമെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഫെയ്ത്ത് സ്ട്രോങ് ആണെങ്കിൽ ഭഗവാൻ നമുക്ക് ദർശനം നൽകും. നമ്മളുടെ ഫെയ്ത്ത് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഭഗവാനെ കാണാനും പറ്റും. നമ്മൾ പല സ്ഥലങ്ങളിലും കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, ഗുരുവായൂരപ്പന്റെ കഥ കേട്ടിട്ടുണ്ട്. ചില കുട്ടികള് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പ്രസാദം ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ കഴിക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് ആ കുട്ടി കരഞ്ഞു വിളിക്കുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിൽ നിന്നും നൈവേദ്യം വാങ്ങിച്ചു കഴിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. അപ്പോ ഭഗവാൻ എന്ന് പറയുന്ന സത്യം, പരമസത്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഫെയ്ത്ത് എന്നാ പറയണം. ഇന്ന് നമ്മളുടെ ഫെയ്ത്ത് എല്ലാം പല പല സ്ഥലങ്ങളിലാണ്. നമ്മളുടെ ഫെയ്ത്ത് സ്റ്റഡി അല്ല. നമ്മളുടെ ഫെയ്ത്ത് ഭഗവാനിലാണെങ്കിൽ ഭഗവാന് നമ്മുടെ അടുത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ദർശിക്കാനും പറ്റും. നമ്മളെപ്പോലെ തന്നെ ഭഗവാനും ഈഗറാണ് നമ്മുടെ അടുത്ത് വരാനായിട്ട്. പക്ഷെ അത് ചെയ്യാനായിട്ട് ഇന്ന് കലിയുഗത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കല. പ്രഹ്ലാദ് മഹാരാജാവ് എങ്ങനെയാണോ ഭഗവാനെ വിളിച്ചത് അതുപോലെ
അല്ലെങ്കിൽ ധ്രുവ മഹാരാജ് എങ്ങനെയാണോ ഭഗവാനെ വിളിച്ചത്, അതുപോലെ നമ്മളെല്ലാവരും ഭഗവാനെ വിളിക്കണം. അപ്പൊ ശീല പ്രഭുപാദര് നമ്മളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാ ഭഗവാനെ വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്. എങ്ങനെയാ വിളിക്കേണ്ടത്? സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ 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 ഹരേ ഹരി. അപ്പൊ ഈ ഭഗവാനെ വിളിക്കുമ്പോ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഗോവർദ്ധൻ എന്ന് വിളിക്കുമ്പോ പെട്ടെന്ന് ഗോവർദ്ധൻ എന്നെ നോക്കില്ലേ? ആരാ എന്നെ വിളിക്കണം? അതേപോലെ ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോ ഭഗവാനെ നോക്കുമേ ആരാ എന്റെ പേര് വിളിക്കുന്നത്. പക്ഷേ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കണം ഭഗവാനെ വിളിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ ഭഗവാനെ വിളിക്കണം. അപ്പൊ ഭഗവാനെ അറിയാനായിട്ട് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കണം. സ്ഥിരമായിട്ട് നമ്മൾ നാമം ജപിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു മാലയെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. ഒരു മാലയിലെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. ഏത് നാമം നമ്മൾ ജപിക്കണ്ട? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മഹാമന്ത്രാണ് ജപിക്കേണ്ടത്. അപ്പൊ കലിയുഗത്തില് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില് നമുക്കും ഭഗവാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഭഗവാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വിളിക്കാൻ പറ്റുന്ന മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം വെച്ചിട്ടാണ്. അപ്പൊ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഭഗവാന് വളരെ വളരെ പ്രിയങ്കരമാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഈ കലിയുഗത്തില് ഇത് വളരെ മോശപ്പെട്ട സമയം എന്നാ പറയണം. ഈ മോശപ്പെട്ട സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭഗവാൻ വളരെയധികം സന്തോഷവാനാകും. ഹി ബിക്കംസ് എക്സ്ട്രീംലി പ്ലീസ്ഡ്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുമ്പോൾ ഭഗവാൻ വളരെയധികം സന്തോഷവാനാകും. എന്തുകൊണ്ടാ? ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്, സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ. നീ എപ്പോഴും എന്റെ നാമം ജപിക്കാനാണ് പറയുക. നിങ്ങള് ധ്രുവ മഹാരാജന്റെ കഥ കേട്ടിട്ടില്ലേ? ധ്രുവ മഹാരാജന് ഭഗവാനെ പറ്റി അറിവൊന്നും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞു, അമ്മയോട് ചോദിച്ചു എനിക്ക് ഭഗവാനെ കാണാനായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് അറിയില്ല എവിടെ ഭഗവാൻ ഉണ്ടെന്ന്. ചിലപ്പോ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാര്യം ഈ ഋഷിവര്യന്മാരെയൊക്കെ തപസ്വികളൊക്കെ അവര് കാട്ടിലാണ്. ചിലപ്പോ കാട്ടിൽ ചെന്നാൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലേക്ക് അദ്ദേഹം വനത്തിലേക്ക് പോവുകയാണ്. കൊച്ചുകുട്ടിയാ. വനത്തിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് എന്റെ ഫ്രണ്ടില് നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നാരദ മഹർഷി കുട്ടിയോട് ചോദിക്കും, നീ എവിടെയാ പോകുന്നത്? ഞാൻ കാട്ടിലേക്ക് പോകുന്നത്. എന്തിനാ പോകുന്ന? ഭഗവാനെ കാണാൻ. അപ്പൊ പറയും, നീ ആരാ നിന്നോട് പറഞ്ഞ ഭഗവാൻ കാട്ടിലുണ്ട്? അപ്പോ കുട്ടി പറയണ്, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ മാർഗത്തെ തടസ്സപ്പെടുത്തരുത്. എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. എന്താണ്? എനിക്ക് ഭഗവാനെ കാണും. അങ്ങാണോ ഭഗവാൻ? പറഞ്ഞല്ല. അങ്ങക്ക് അറിയാമോ ഭഗവാൻ എങ്ങനെ ഇരിക്കുമെന്ന്? ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഭഗവാൻ എങ്ങനെ ഇരിക്കും. അങ്ങനെ നാരദ മഹർഷി ധ്രുവ മഹാരാജാനോട് പറഞ്ഞു, നീ ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് അദ്ദേഹത്തിന് ഭഗവാൻ വന്ന് ദർശനം കൊടുക്കുക. വെറും 6 മാസത്തിനുള്ളിൽ ഭഗവാൻ ധ്രുവ മഹാരാജന് ദർശനം കൊടുത്തു അത്ര. പക്ഷെ ധ്രുവ മഹാരാജ് വേറെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാനെ ആശ്രയിച്ചത്. പ്രഭു അദ്ദേഹം ചൊല്ലിയ മന്ത്രമല്ലേ ഇത്? യോ അന്തപ്രവിശ്യ മമ, അതല്ലയോ? അതെ 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 അതെ. ശരി പ്രഭു. ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോ ചൊല്ലിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വ്യക്തിയെ ആലോചിച്ച് നോക്കിയാൽ, രാമായണത്തിൽ നിങ്ങൾക്ക് വാൽമീകിനെ അറിയാം അല്ലെ? വാൽമീകി ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റണില്ലായിരുന്നു.
നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, നീ രാമ എന്ന് ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, എനിക്ക് രാമ പറ്റണില്ല, ജപിക്കാൻ പറ്റണില്ല, അല്ലേ? അപ്പൊ പറഞ്ഞു, നീ അറ്റ്ലീസ്റ്റ് മരാന്നെങ്കിലും ജപിക്ക്. അങ്ങനെ രാമനാമം. അപ്പൊ രാമനാമം ജപിച്ചു കഴിഞ്ഞപ്പോ വാൽമീകി മഹർഷിക്ക് എന്താ കിട്ടിയത്? ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണാൻ പറ്റിയോ? അതെ. ശ്രീരാമചന്ദ്രമൂർത്തിനെ കാണാൻ പറ്റി, സീതാദേവിയെ കാണാൻ പറ്റി, ലവകുശന്മാരുടെ അടുക്കൽ വരികയും ചെയ്തു, അല്ലെ? അതെ. അപ്പോ ഇവര് ചെന്ന് ഭഗവാന്റെ അടുക്കിലേക്ക് പോയില്ല. പകരം അവര് ഭഗവാന്റെ നാമങ്ങളാ ജപിച്ചത്. നാമങ്ങൾ ജപിക്കുമ്പോ ഭഗവാൻ ഈ നാമങ്ങൾ ജപിക്കുന്നവരുടെ അടുത്ത് അട്രാക്റ്റഡ് ആവുത്രേ. ശരിക്കും കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്ന വ്യക്തി എന്നാണ്. പക്ഷെ കൃഷ്ണനും അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ നാമങ്ങൾ. കൃഷ്ണനും അട്രാക്റ്റഡ് ആവും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലണം. ഇപ്പൊ ചില വ്യക്തികൾ വന്നിട്ട് പ്രഭാതം എടുത്ത് പറയാറുണ്ട്, സ്വാമിജി ഈ കൃഷ്ണ ഉണ്ടോ, ശരിക്കും ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ കൃഷ്ണ? ഇത് ചുമ്മാ ഒരു ഹിപ്നോട്ടിസം അല്ലേ എന്ന് പറയും. നമ്മൾ മനസ്സുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ. പക്ഷെ ഇല്ല, പ്രഭാതര് പറയും, ആണ്, എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. യു ട്രൈ ഇറ്റ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭഗവാന്റെ നാമങ്ങള്. പക്ഷെ നാമങ്ങൾ ജപിക്കുമ്പോ നമ്മൾ ശ്രദ്ധയോടെ വേണം ജപിക്കാൻ. ഇപ്പൊ ധ്രുവ മഹാരാജ് ശ്രദ്ധയോടെയാ ജപിച്ചത്. ധ്രുവ മഹാരാജ് ജപിക്കുന്ന സമയത്ത് വന്യമൃഗങ്ങളുടെ രൂപത്തില് ദേവന്മാരൊക്കെ വന്നിട്ട് ധ്രുവ മഹാരാജന്റെ ഈ നാമം ജപിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി. കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടി പുലിനെയും സിംഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കത്തില്ല, അല്ലെങ്കിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ധ്രുവ മഹാരാജ് അതൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ദേവന്മാർ പല രീതിയിൽ വന്ന് അമ്മയുടെ വേഷമൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, ബാ മോനെ ബാ, നമുക്ക് നീ കഴിക്കാൻ സമയം, വേഗം വാ, നമുക്ക് പ്രസാദം കഴിക്കാം. ധ്രുവ മഹാരാജ് ഇന്ന് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ധ്രുവ മഹാരാജ് കംപ്ലീറ്റ്ലി നാമം ജപിക്കുന്നതിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അല്ലെങ്കിൽ പ്രഹ്ലാദ് മഹാരാജന്റെ കാര്യം നോക്കിയേ. പ്രഹ്ലാദ് മഹാരാജ് അവനെ ഉപദ്രവിക്കാനായിട്ട് അച്ഛൻ പല കാര്യങ്ങളും ചെയ്തു. എപ്പോഴും ഉപദ്രവിക്കുകയായിരുന്നു. ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ടല്ല. എന്തുകൊണ്ടാ ഉപദ്രവിച്ചത്? പറഞ്ഞ അനുസരിച്ചില്ല. എന്താണ്? നീ കൃഷ്ണന വിഷ്ണുവിന്റെ നാമമൊന്നും ജപിക്കണ്ട. അതുകൊണ്ട് ഹിരണ്യകശിപു കൊല്ലാൻ നോക്കി. വലിയ വലിയ രീതിയിലൊക്കെയാണ് കൊല്ലാൻ നോക്കിയത്. എങ്ങനെ? അഗ്നിയിൽ കൊണ്ടിട്ട് തീയിലേക്ക് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു, അല്ലെങ്കിൽ തന്റെ കുന്തമൊക്കെ കൊണ്ടുവന്നവരെ കുത്തി വാളുകൊണ്ട് വെട്ടി നോക്കി, വിഷസർപ്പങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു. പക്ഷെ പ്രഹ്ലാദ് മഹാരാജാവ് എപ്പോഴും ആ സമയത്തെല്ലാം എന്ത് ചെയ്തു? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു കുട്ടിയാണോ, ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത്, ഭഗവാൻ പറയണേ, ഞാൻ അവനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ അവരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യത്ര. നമുക്ക് എപ്പോഴും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടല്ലോ, അല്ലെ? സദാസമയം നമുക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പൊ ഏത് സമയത്തും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള വ്യക്തികൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അവര് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണത്ര. അപ്പൊ സ്ഥിരം നാമങ്ങൾ ജപിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എല്ലായ്പ്പോഴും ഭഗവാന്റെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ നമുക്കും എപ്പോഴും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമ്മളും സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. ഏത് നാമം നമ്മൾ ജപിക്കണ്ട? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ ഈ നാമത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാമം ജപിക്കുമ്പോൾ
എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്ന കൃഷ്ണനും അട്രാക്റ്റഡ് ആവത്രേ. അതുകൊണ്ട് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു മാലയെങ്കിലും നമ്മളെല്ലാവരും എല്ലാ ദിവസവും നമ്മൾ ജപിക്കണം. അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ജപിക്കാം. ബട്ട് അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാലയെങ്കിലും ജപിക്കണം. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഇത്തിരി നേരത്തെ നമുക്ക് ക്ലാസ് നിർത്താം. കാരണം നമുക്ക് കുറച്ച് ഇന്ന് സേവയുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ ഇന്നത്തെ ക്ലാസ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ നമ്മളെ കൃഷ്ണ. പണ്ഡിറ്റ് മഹാരാജാവ് ഏത് രാജ്യത്തായിരുന്നു അത്? കേട്ടില്ല മാതാജി. എന്താണ്? പൃഥു എന്ന് കേട്ടു. അത് കഴിഞ്ഞപ്പോ സോറി, അത് പണ്ഡിറ്റ് മഹാരാജാവ് ഏത് രാജ്യത്തായിരുന്നു ഭരിച്ചിരുന്നത്? ഭാരതം. ഭാരത. അദ്ദേഹം ഈ പൃഥ്വി മുഴുവനും ഭരിച്ചിരുന്നു. കാര്യം അന്നത്തെ തലസ്ഥാനം ഇവിടെയായിരുന്നു. പക്ഷെ അന്നത്തെ ഭാരതം എന്ന് പറയുമ്പോൾ ലോകം മൊത്തം ഉണ്ടായിരുന്നു. ഈ കംപ്ലീറ്റ് ഈ ഭൂമി മുഴുവനായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ കുട്ടികൾക്ക് ആർക്കും സംശയമില്ല? ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടെ, താങ്ക് യു പ്രഭു. പിന്നെ കുറച്ച് വലിയ മാതാജിമാരും കയറിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ക്ലാസ് ആണ്. നിങ്ങൾ കയറുന്നതിൽ കുഴപ്പമില്ല. ഇടയിൽ അവർക്കൊന്ന് ഇന്ററാക്ഷന് സമയം കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. എന്റെ ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആണ്. കഥം പ്രഭു പറയണം. അതെ വംശപ്രഭു ദണ്ഡവത് പ്രണാം. ദയവായി ഹരേ കൃഷ്ണ പ്രഭു. അങ്ങയുടെ കൃപയാൽ ഇത്രയും പിള്ളേർക്ക് ഭക്തിത്വ ഭഗവത് സേവനത്തിന്റെ പ്രാഥമിക ചുവടുകൾ വയ്ക്കാൻ വേണ്ടി പ്രഭുവിന്റെ ഈ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ ഉപകാരമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രഭു. അദ്ദേഹത്തെ അങ്ങയുടെ വിലപ്പെട്ട സമയത്തിന്റെ ഇടയിൽ ഇത്രയും നല്ലൊരു സമയം ഇത്രയും പിള്ളേർക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ശരിക്കും ആത്മാർത്ഥമായി നന്ദിയുണ്ട് പ്രഭു. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെല്ലാം ഗൾഫിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടുന്ന ആഴ്ചയിൽ ഒരു അവധി ദിവസമാണ് ഇങ്ങനെ താങ്കൾക്ക് ചെലവാക്കേണ്ടി വരുന്നത്. ഫാമിലി ഉണ്ട്, ഫാമിലിയുടെ കൂടെ ചെലവാക്കേണ്ട സമയമാണ്, അത്യാവശ്യം റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ അവിടെ അതിരാവിലെയാണ്. എന്നിട്ട് കൂടി പ്രഭു അങ്ങ് ഈ വിലപ്പെട്ട സമയം ഈ പിള്ളേർക്ക് വേണ്ടിയും ഒക്കെ ചെലവാക്കുന്നത് ശരിക്കും ഭക്തിത്വ ഭഗവത് സേവനത്തിന്റെ ഭാഗമായി ഹൃദയത്തിൽ തട്ടിയ ഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. നന്ദിയുണ്ട് പ്രഭുജി. പ്രഭു താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരു റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികൾ. ട്രാവൽ ചെയ്യുന്നവർ ഓക്കെ, ദിസ് ഇസ് ഫൈൻ. ട്രാവൽ ചെയ്യാത്തവരാണെങ്കിൽ എനിക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഐ വിൽ ബി സോ ഹാപ്പി. യെസ് പ്രഭു, ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ടത് പ്രഭുവിന്റെ ഇത്രയും ബിസി ഷെഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രഭു ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തിരിച്ചും പ്രഭുവിനോടൊരു റെസ്പെക്ട് എന്നുള്ള രീതിയിൽ വീഡിയോ ഓൺ ചെയ്തിരുന്ന് അത് കൃത്യമായി നോട്ട് എന്തെങ്കിലും പോയിന്റ്സ് എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങളും ചെയ്യണം. ഇന്നിപ്പോ പാലക്കാട് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ 4-5 കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് പ്രഭു. അതാണ് അവര് ട്രാവലിങ്. അടുത്ത ആഴ്ച അവരും കറക്റ്റ് ആയിട്ട് ഉണ്ടാവും പ്രഭു. അപ്പോ താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. മാതാജിമാര് കുട്ടികളുടെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. അപ്പൊ എല്ലാരും അത് ഇത് ചെയ്യുക. മക്കളെല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. വീഡിയോ ഓൺ ചെയ്ത് എല്ലാ ഡൗട്ട്സും ചോദിക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്ത് മനസ്സിലായില്ലെങ്കിലോ, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലോ, നിങ്ങൾക്ക് എന്ത് ഇന്ററാക്ട് ചെയ്യണമെങ്കിലോ പ്രഭുവിനോട് ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് തീർക്കാനും നിങ്ങൾക്ക് കോൺഫിഡൻസ് തരാനുമാണ് പ്രഭു വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടെ പ്രഭു, ഒരു കാര്യം. വലിയ ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യേണ്ടതില്ല, അവർക്ക് ക്ലാസ് കേൾക്കാവുന്നതാണ്. വലിയ ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യരുത്.
പിള്ളേർക്ക് മാത്രമാണ് വീഡിയോ ഓൺ ചെയ്യേണ്ടതുള്ളത്. അത് അതെ, ദയവായി ശ്രദ്ധിക്കുക. വീഡിയോ ഓൺ ചെയ്യുന്നതും ഇടയില് അവരുടെ കമന്റ്സും ഒന്ന് കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല ഇത് ആരെങ്കിലും ഡിസ്റ്റർബ് ഇൻസൾട്ട് ചെയ്യുന്നൊന്നും അല്ല. അല്ലല്ല, അതെ, ഡെഫിനറ്റ്ലി ഇത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഇത് വലിയ ആൾക്കാർക്കുള്ള പ്രോഗ്രാം അല്ല. വലിയ ആൾക്കാർക്കുള്ള പ്രോഗ്രാംസ് നമുക്കുണ്ട്, അവർ അതിൽ ജോയിൻ ചെയ്യുക. ഇത് ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം. താങ്ക് യു പ്രഭുജി. പ്രഭുജി, ഞാനൊരു ഒരു ഗിഫ്റ്റും കൂടെ ഓഫർ ചെയ്തോട്ടെ. ഞാൻ ഇവിടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന പിള്ളേർക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് അടുത്ത ആഴ്ചക്ക് മുമ്പ് ഞങ്ങൾ അവരിൽ എത്തിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇന്ന് മുഴുവൻ ടൈമും വീഡിയോ ഓൺ ചെയ്യുന്നത് ശുഭാംഗി, ഗോവർദ്ധൻ, വേദ, രസികനന്ദ. താങ്ക് യു 4 പേർക്കും. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് താങ്ക് യു സോ ഗിഫ്റ്റ് മച്ച്. ഉണ്ടാവും, ഗിഫ്റ്റ് ഉണ്ടാവും. ഹരി ബോൾ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ പ്രഭു. മച്ച്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ എല്ലാം മച്ച്. അനുഗ്രഹിച്ചാൽ നന്ദി പ്രഭുജി. ഓക്കെ. ദണ്ഡവത്ന. അപ്പോ ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ഇന്ന് പിരിയാൻ. നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് സൺഡേസ് വർക്കിംഗ് ആണ്. പക്ഷെ ഇന്ന് ഇപ്പൊ ഈദ് ഹോളിഡേയ്സ് ആയിട്ട് നമുക്ക് അവധി ആയതുകൊണ്ട് നമുക്ക് കീർത്തൻ മേള നടക്കണം ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് സേവയുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ ക്ലാസ് നടത്തുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ. शिल प्रभुपाद की जय. शिल गुरुदेव की जय. अनंत अनंत कोटि वैष्णव वृंद की जय. गौर प्रेमानंदे. हरि हरि बोल. Thank you so much. Thank you so much. Hare Krishna. Hare Krishna.